ഹായ് ഫിഷി ഡോക്ടേഴ്സ്. NTA റീനീറ്റ് 2026 വരുമ്പോഴേക്കും വലിയൊരു റിഫോർമേറ്റീവ് മൂവ്മെൻറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. NTA ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇന്ന് വെബ്സൈറ്റിൽ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് അവരൊരു പുതിയ പോർട്ടൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ. അതായത് നമ്മൾ റീനീറ്റിനോട് അടുക്കും തോറും അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കോൺട്രവേഴ്സീസും പേപ്പർ ലീക്കേജ് പല കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലും ഒക്കെ സ്പ്രെഡ് ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ആക്ടിവിറ്റി നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആസ് എ കാൻഡിഡേറ്റ് നിങ്ങൾക്ക് അത് റിപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട്. അപ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാനായിട്ടാണ് അവരൊരു സ്പെഷ്യൽ പോർട്ടൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ആ പോർട്ടലിൻ്റെ ലിങ്ക് മിസ് ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ താഴെയുള്ള കമൻറ്റ് ബോക്സിലും ആ പോർട്ടലിൻ്റെ ലിങ്ക് ഉണ്ടാവും. നിങ്ങൾക്കൊക്കെ അത് കോപ്പി ചെയ്യാം. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുക? നിങ്ങൾ ഏതെങ്കിലും ഫേക്ക് വെബ്സൈറ്റ്സോ വാട്സപ്പ് ചാനൽസോ സോഷ്യൽ മീഡിയ ഗ്രൂപ്പ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പേജസ് ഒക്കെ കാണുകയാണ് ക്ലെയിമിംഗ് ദാറ്റ് നിങ്ങൾക്ക് NEET 2025 പേപ്പർ ആ ചാനലിലൂടെ കിട്ടും എന്നുള്ളത്. രണ്ടാമത്തേത് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളോ നിങ്ങളോട് ക്ലെയിം ചെയ്യുകയാണ് നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് റിസൾട്ട്സ് ഉണ്ടാകും, റീനീറ്റ് പേപ്പർ എന്താണെങ്കിലും തരുമെന്ന് പറഞ്ഞിട്ട്. മൂന്നാമത്തേത് NTA ഒഫീഷ്യൽസ് ആണെന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ എക്സാം സെൻറ്ററിലെ സ്റ്റാഫാണ് പറഞ്ഞുകൊണ്ടോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എത്തിച്ചു തരാം, നിങ്ങൾ ഇത്ര പൈസ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണെങ്കിലും റീനീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ തരും എന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ എല്ലാ ഡീറ്റെയിൽസും അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് സഹിതം നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ ആ പോർട്ടൽ മിസ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിൽ നിങ്ങൾ എവിടെയാണ് ഈ കാര്യം കണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൊടുക്കാം. ഏതെങ്കിലും പേഴ്സൺ ആണ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതെങ്കിൽ ആ പേഴ്സൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് നെയിം എല്ലാം നിങ്ങൾക്ക് കൊടുക്കാം. സോ അതുവഴി NTA വളരെ സ്ട്രിക്റ്റ് ആക്ഷൻ ആണ് ഇൻ ലൈൻ വിത്ത് സെക്ഷൻ 69A ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2002 അതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ആക്ഷൻ എടുത്തിരിക്കുന്നത്. അതുപോലെ മറ്റൊരു മാറ്റം NTA പറഞ്ഞിരിക്കുന്നത് വലിയൊരു മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ്. അത് ഈ കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ഹിസ്റ്ററിയിൽ ഇതുവരെ നടക്കാത്തൊരു കാര്യമാണ്. അതായത് NTA ടെലിഗ്രാമിൻ്റെ യൂസേജ് അക്രോസ് ദ കൺട്രി ബാൻ ചെയ്തിരിക്കുകയാണ് അലോങ് വിത്ത് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അതായത് റീനീറ്റ് 2026 കഴിയുന്നത് വരെ NTA ഹാസ് ബാൻ ദ യൂസ് ഓഫ് ടെലിഗ്രാം അക്രോസ് ദ കൺട്രി. ആൻഡ് അതിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെലിഗ്രാമിലൂടെയാണ് ഏറ്റവും കൂടുതൽ പേപ്പർ ലീക്കേജും ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻസും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. അതുപോലെ ടെലിഗ്രാമിലൊരു ഫീച്ചർ ഉണ്ട്, നമ്മൾ ഒരു പ്രാവശ്യം അയച്ച മെസ്സേജ് അത് എഡിറ്റ് ചെയ്ത് മറ്റു മെസ്സേജാക്കി മാറ്റാനുള്ള ഫീച്ചർ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയും ഒരുപാട് പേര് ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്ത് ഒരുപാട് ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് പേപ്പർ ലീക്കേജും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ടുള്ളത്. പേപ്പർ ലീക്കായി എന്ന് പറഞ്ഞിട്ടുള്ള പല വീഡിയോസും ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ സ്പ്രെഡ് ചെയ്തതും. അപ്പോൾ ഇത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടാണ് NTA ഇങ്ങനെ ഒരു മെഷർ എടുത്തിരിക്കുന്നത്. അപ്പോൾ റീനീറ്റ് കഴിയുന്നത് വരെ ടെലിഗ്രാമിൻ്റെ യൂസ് ബാൻഡ് ആയിരിക്കും അക്രോസ് ദ കൺട്രി. അപ്പോൾ ഇതൊരു വളരെ നല്ലൊരു മെഷറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആസ് ആൻ ആസ്പിരൻറ്റ് നിങ്ങൾക്കും ഇതൊരു പോസിറ്റീവ് ന്യൂസ് ആയിട്ട് എടുക്കാം. അപ്പോൾ മക്കൾ എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത്? ഇവർ പറഞ്ഞിരിക്കുന്നത് പോലെ എന്തെങ്കിലും ആക്ടിവിറ്റി ഏതെങ്കിലും പേഴ്സൺസോ ഏതെങ്കിലും ഗ്രൂപ്പ്സോ ഇൻസ്റ്റിറ്റ്യൂട്ട്സോ അല്ലെങ്കിൽ ആരെങ്കിലും മക്കളെ സോഷ്യൽ മീഡിയ പേജസിലോ എവിടെയെങ്കിലും നിങ്ങൾ കാണുകയാണ്, അല്ലെങ്കിൽ ഇനി അതൊന്നും അല്ല ഭയങ്കരമായിട്ട് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് നീറ്റ് മാഫിയ, റീനീറ്റ് മാഫിയ, പേപ്പർ ലീക്കേജ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും സോഷ്യൽ മീഡിയ പേജസോ യൂട്യൂബ് ചാനൽസോ ഒക്കെ ഇങ്ങനെ അൺനെസസറി ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും റിപ്പോർട്ട് ചെയ്യാം, അത് ഭയങ്കര നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതെല്ലാം ഒന്ന് നിങ്ങളോട് വന്ന് പറയണം തോന്നി. NTA വളരെ നല്ലൊരു മെഷറാണ് എടുത്തിരിക്കുന്നത്. ആ നോട്ടിഫിക്കേഷൻ ഫുള്ളായിട്ട് മിസ് ഈ വീഡിയോ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് അത് വായിക്കാം, അല്ലെങ്കിൽ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് വായിക്കാം. നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ട പോർട്ടലിൻ്റെ ലിങ്കും ആഡ് ചെയ്തേക്കാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും മക്കൾ നോട്ടീസ് ചെയ്യുകയാണെങ്കിൽ പോവാ ചെയ്യുക. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ട്, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. സോ അത് അങ്ങനെ തന്നെ പോട്ടെ. നമ്മുടെ മാരത്തോൺ ലൈവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ യു കീപ് വർക്കിംഗ് ഹാർഡ്, കീപ് ഗിവിങ് യുവർ ബെസ്റ്റ്. ഗുഡ് ലക്ക്.